നിങ്ങൾ ഐഫോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഐഫോൺ വാങ്ങാൻ പറ്റിയ നല്ല ബെസ്റ്റ് ടൈമാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്രീഡം സെയിൽ എന്ന് പറയുന്നത്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും അവർ ഫ്രീഡം സെയിൽ ഇന്ന് മുതൽ, അതായത് 6-ാം തീയതി പുലർച്ചെ 12 മണി മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ ഒരു ടൈമിൽ ഐഫോൺസിന്, എസ്പെഷ്യലി ഐഫോൺ 15-നും ഐഫോൺ 14 പ്ലസിനും നല്ല എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഓഫേഴ്സ് കണ്ടു. സോ അതിൻ്റെ കാര്യം ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് സെയിലിൽ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഐഫോൺ 15-ന്റെ ഓഫർ പ്രൈസ് ആണ്. ഫ്ലിപ്കാർട്ടിൽ 63,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ ലഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എനിക്കിതിൽ ചെറിയൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ ചതിക്കുഴിയായിട്ട് ഫീൽ ചെയ്യുന്നത് ഇനി എക്സ്ചേഞ്ച് ബോണസ് ഉൾപ്പെടെ ആയിരിക്കുമോ ഈ 63,000 രൂപ പ്രൈസിംഗ് എന്നാണ്. എക്സ്ചേഞ്ച് ബോണസ് അല്ല, മറിച്ച് കാർഡ് ഓഫേഴ്സിലാണ് ഈ പറയുന്ന 63,000 രൂപയ്ക്ക് ഫോൺ കിട്ടുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നി. ICICI ബാങ്ക്, യെസ് ബാങ്ക്, പിന്നെ ഫ്ലിപ്കാർട്ടിന്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ്, ഈ 3 കാർഡിനുമായിരിക്കും ഈ പറയുന്ന കാർഡ് ഓഫേഴ്സ് കിട്ടുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാർഡ് ഓഫേഴ്സിൽ ഐഫോൺ 15 63,000 രൂപയ്ക്ക് കിട്ടുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഡീല് തന്നെയാണ്. 15 കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഐഫോൺ 14 പ്ലസിന്റെ സെയിൽ പ്രൈസ് ആണ്. 14-ന് ഓഫർ പ്രൈസ് 56,000 നിൽക്കുമ്പോൾ നമുക്ക് 14 പ്ലസിൽ ഓഫറിൽ 54,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. സോ 14-നും 14 പ്ലസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 14 പ്ലസിൽ ഒരു ബിഗ്ഗർ സ്ക്രീൻ കിട്ടുന്നുണ്ട്. മോർ ഓവർ ഒരു വലിയ ബാറ്ററി, അതായത് കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടുന്ന ഒരു ഫോൺ തന്നെയാണ് ഐഫോൺ 14 പ്ലസ് എന്ന് പറയുന്നത്. പക്ഷേ ആ ഒരു സ്ക്രീൻ വലുതായതുകൊണ്ട് തന്നെ 60 ഹെർട്സ് കുറച്ചൊന്ന് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 14-നെക്കാട്ടി ഈ ഒരു പ്രൈസും കൂടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 14-നെക്കാട്ടി 2,000 രൂപയ്ക്ക് താഴെ 14 പ്ലസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബൈ തന്നെയാണ്. പിന്നീട് ഇനി നിങ്ങൾക്ക് ഐഫോൺ 14 പ്ലസ് അല്ല 15 പ്ലസ് വേണം, ലാർജർ സ്ക്രീനും ലാർജർ ബാറ്ററി ഉള്ള 15 സീരീസ് അല്ലെങ്കിൽ ഡൈനാമിക് ഐലൻഡ് ഫോൺ വേണമെങ്കിൽ നിങ്ങൾക്ക് 15 പ്ലസ് എടുക്കാം. 15 പ്ലസിന് ഫ്ലിപ്കാർട്ടിൽ സെയിൽ പ്രൈസ് 73,000 ആണ് കാണിക്കുന്നത്. ആ ഒരു പ്രൈസിനും ആസ് ആൻ ഐഫോൺ ഓൺ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയാണ് 15 പ്ലസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഐഫോൺ 13 ആണ് വേണ്ടതെങ്കിൽ ആമസോണിലാണ് ഐഫോൺ 13 ഓഫർ ഉള്ളത്. നിങ്ങൾക്ക് 47,800 രൂപയ്ക്ക് ഐഫോൺ 13 കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല ക്യാമറയാണ്, 5G ഉള്ള ഫോണാണ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വലിയ കുഴപ്പമില്ലാതെ കിട്ടും. 14-നും 13-നും മോർ ഓവർ സെയിം ഫോൺസ് ആണ്. പക്ഷേ 14 എടുത്തു കഴിഞ്ഞാൽ ഒരു വർഷം എക്സ്ട്രാ നിങ്ങൾക്ക് ഈ പറഞ്ഞ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടും. 13 ആകുമ്പോൾ ഒരു വർഷം കുറവായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. സോ 47,800 രൂപയ്ക്ക് അല്ലെങ്കിൽ 48,000 രൂപയ്ക്ക് ഐഫോൺ 13 നിങ്ങൾക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഫ്ലിപ്കാർട്ടിലാണെങ്കിൽ അറൗണ്ട് 50,000 രൂപയ്ക്കും ഈ ഒരു സെയിലിൻ്റെ സമയത്ത് 13 കിട്ടുന്നുണ്ട്. പിന്നെ 15 പ്രോയ്ക്കും പ്രോ മാക്സിനും ഒന്നും നിലവിൽ സെയിലുള്ളതായിട്ട് അറിയുന്നില്ല. ഐഫോൺസിന് ഏറ്റവും നല്ല സെയിൽ 13 ഒഴിച്ച് ബാക്കിയുള്ള മോഡൽസിന് ഞാൻ സെയിൽ നല്ല പ്രൈസിങ് കണ്ടത് ഫ്ലിപ്കാർട്ടിലാണ്. സോ നിങ്ങൾ ഐഫോൺ മേടിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം അത്യാവശ്യം നല്ലൊരു പ്രൈസിങ്ങിലാണ് ഈ ഫോൺസൊക്കെ കാണുന്നത്. ഇത് ലോവസ്റ്റ് പ്രൈസ് ആണെന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ഒക്ടോബറിൽ വരാൻ പോകുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ ബിഗ് ബില്യൺ ഡേ സെയിലിൻ്റെ സമയത്ത് ഐഫോൺ 16 സീരീസ് കൂടെ ഇറങ്ങി കഴിയുമ്പോൾ എന്തായാലും പ്രൈസ് ഒന്നുകൂടെ താഴേക്ക് പോകും. പക്ഷേ ഈ ഒരു സമയത്ത്, അതായത് സെപ്റ്റംബറിന് മുന്നേട്ട് അല്ലെങ്കിൽ ഒക്ടോബറിന് മുന്നേട്ട് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഐഫോൺസ് വാങ്ങാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൈം തന്നെയാണ്. സെയിൽ തുടങ്ങിയ ശേഷം ബാക്കിയുള്ള അപ്ഡേറ്റുകളും അതുപോലെ ബാക്കിയുള്ള പ്രൊഡക്ട്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു സെപ്പറേറ്റ് വീഡിയോസ് ആയിട്ട് ചെയ്യാം. സോ ഐഫോൺസ് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ കാർഡുകളൊക്കെ ഒന്ന് തപ്പിപ്പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് പ്രൈസിൽ നിങ്ങൾക്ക് ഐഫോൺ വാങ്ങാൻ പറ്റും. സോ നമുക്ക് സെയിലിൻ്റെ ബാക്കി വിശേഷങ്ങളുടെ അടുത്ത വീഡിയോകളിൽ കാണാം. ഈ ഒരു 2-3 ദിവസങ്ങളിൽ കുറേ വീഡിയോസ് സെയിൽ റിലേറ്റഡ് ആയിട്ട് കുറേ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ള പ്രൊഡക്ട്സിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറയാം, നമ്മൾ ഡെഫിനറ്റ്ലി ചെയ്യുന്നതായിരിക്കും. സോ ഇതിങ്ങനെ സെയിൽ പെട്ടെന്ന് ഞാൻ ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത്, അതുകൊണ്ടാണ് ഈ പാതിരാത്രി വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.